മാനസദസ്സിന് വന്ദനം. എല്ലാവർക്കും പുൽക്കൂട്ടിലെ ഉണ്ണി മിശിഹായുടെ അനുഗ്രഹാശംസകൾ നേരുന്നു. ഈ മഹനീയ നിമിഷത്തിൽ നമുക്കൊന്ന് എത്തി നോക്കാം ഒരു മഹാ തേജസ്സിൻ്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബ ദർശനത്തിലേക്ക്. സ്വജീവത്തെ നിഷ്കാർമ്മ കർമ്മം കൊണ്ടും, കർമ്മത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ഈശ്വരോപാസനം കൊണ്ടും ധന്യമാക്കി തീർത്ത ഒരു മഹാത്മാവാണ് വിശുദ്ധ ചാവറയച്ചൻ. കാലഘട്ടങ്ങളെ ഉല്ലംഘിക്കുന്ന ദീർഘവീക്ഷണവും കർമ്മോത്സുകതയും സാമൂഹിക പ്രതിബദ്ധതയും ഒപ്പിണങ്ങിയ ഈ ആധ്യാത്മിക ആചാര്യൻ തിരുസഭയിലും മലയാളക്കരയിലും നടപ്പാക്കിയ നൂതന യജ്ഞങ്ങളും ആധികാരികമായ ലിഖിതങ്ങളും ദൂരവ്യാപക ഫലങ്ങൾ കൊയ്യുന്നത് സർവോത്കൃഷ്ടമായി ഇന്നും തുടരുന്നു. 1869 എഴുതിയ നല്ലയപ്പൻ്റെ ചാവറുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മരണലിഖിതം പിൽക്കാലത്ത് കേരളത്തിലെ സമസ്ത ക്രൈസ്തവ കുടുംബങ്ങളിലെ രൂപപ്പെട്ട ആചാര്യ മര്യാദകളുടെ പൂർണ്ണരൂപമായി തീർന്നു. വിശുദ്ധമായ കുടുംബ ജീവിതത്തിനേകിയ സുവർണ പാഠങ്ങളിൽ ഈ സൂര്യ തേജസ് ഉദ്ഘോഷിക്കുന്നു. നല്ല ക്രിസ്ത്യാനി കുടുംബങ്ങൾ ആകാശമോക്ഷത്തിന് സദൃശ്യമാകുന്നു എന്നും സ്നേഹത്തിൻ്റെ രാസയോഗത്തിൽ ഒന്നായി തീരേണ്ട കുടുംബങ്ങൾക്ക് മാതൃക വിശുദ്ധ ചാവറയച്ചൻ്റെ കാഴ്ചപ്പാടിൽ നസ്രത്തിലെ യേശുവിൻ്റെ കൊച്ചു കുടുംബമാണ്. പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളനിലമായ കുടുംബങ്ങളിൽ നിന്നേ സർവ്വലോകത്തിലും നന്മ ഭവിക്കാനുമുള്ള വിശാലമായ കർമ്മ പദ്ധതികൾ ഉരുത്തിരിയും. ആധുനിക കാലത്ത് രൂപം കൊണ്ട് വളരുന്ന വിവാഹപൂർവ്വ കോഴ്സുകൾക്കും ഫാമിലി കൗൺസിലിങ്ങിനുമൊക്കെ പാഠ്യപുസ്തകമാക്കാവുന്ന വിസ്തൃതമായ ചിന്താരത്നങ്ങളുടെ സമാഹാരമാണ് ചാവറുൾ. കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹബന്ധത്തെപ്പറ്റി അദ്ദേഹം അനുസ്മരിപ്പിക്കുന്നു. ഭിന്നിക്കപ്പെടുന്ന രാജ്യം ചിന്നിച്ചിതർന്നതുപോലെ ഭിന്നിക്കപ്പെടുന്ന കുടുംബവും തമ്മിലടിച്ചു ചിതറും. കുടുംബ കലഹങ്ങളുമായി കോടതി കയറി അന്ത്യത്തിൽ കുത്തുപാളയെടുക്കുന്ന കുടുംബങ്ങളെ ഓർത്തായിരിക്കണം സർക്കാരിൽ പോകുന്ന വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുമെന്നും എത്ര ന്യായമുണ്ടെങ്കിലും കേസിന് പോകരുതുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. സന്ധ്യയ്ക്ക് കുരിശുമണി അടിച്ചാലുടൻ മാതാപിതാക്കളും മക്കളും ചേർന്ന് കുരിശു വരച്ച് പ്രാർത്ഥന ചൊല്ലണം. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ സ്തുതി ചൊല്ലി പിതാവിൻ്റെയും മാതാവിൻ്റെയും കൈമുത്താൻ മക്കളെ പരിശീലിപ്പിക്കണം. കുട്ടികളുടെ സ്വന്തം താല്പര്യത്തിന് അനുസരിച്ച് ബന്ധു വീടുകളിൽ അയക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചാവറയച്ചൻ അനുശാസിക്കുന്നു. എന്തെന്നാൽ അവർ പലപ്പോഴും മാലകമാരായി പോവുകയും പിശാചുക്കളായി തിരിച്ചു വരികയും ചെയ്യുന്നു. പെൺകുട്ടികളെ കൗമാരപ്രായത്തിൽ അണിയിച്ചൊരുക്കി പ്രദർശന വസ്തുക്കളാക്കി പുറത്ത് അലയാൻ വിടരുത്. ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കും ജ്ഞാനവായനയ്ക്കും ദൈവത്തിനു വേണ്ടി നീക്കി വെക്കണമെന്ന ഉപദേശം ഇന്ന് പാടി വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. ബിസിനസ്സിനും ബ്ലേഡ് കമ്പനികളെ ആശ്രയിക്കുന്നവരും ബാങ്ക് ലോണിൽ കാർ വാങ്ങുന്നവരോടും ചാവറയച്ചൻ പറയുന്നു, നിവൃത്തിയുണ്ടെങ്കിൽ കടം വാങ്ങരുത്, ഉപവിയുടെ പേരിൽ കടം കൊടുക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ദിവസങ്ങൾ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്നും നീക്കപ്പെടും. വിശ്വാസത്തിനും സദാചാരത്തിനും ചേരാത്ത പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് വൈക്കോലിൽ തീ ഒളിച്ചു വെക്കുന്നത് പോലെ അപകടകരമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഉടുപ്പ് കൂടാതെ വീട്ടിനകത്തു കൂടെയും നടത്തരുത്. ആൺ പൈതങ്ങളും പെൺ പൈതങ്ങളും ഒരുമിച്ച് ഒരു മുറിയിൽ കടക്കാൻ അനുവദിക്കരുത്. സ്വഭാവത്തിൽ അവർക്ക് അറിയാത്തത് പിശാച് അവരെ പഠിപ്പിക്കും. കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ അധികം കടുപ്പവും അധികം ദാക്ഷിണ്യവും കാണിക്കരുത്. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നത് കുട്ടികൾ കണ്ടു പഠിക്കണം. പ്രായത്തിനും അടുത്ത ജോലി മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിധാരാളിത്വവും അതിലുപ്തവും രണ്ടും തിന്മയാണ്. മദ്യപാന സൗഹൃദം മഹാവിപത്താണ്. മോഷ്ടാക്കളോടും അഴിമതിക്കാരോടും കൂട്ടുവേണ്ട. ദൈവഭയവും നീതിബോധവും സദാചാരമുള്ള കുടുംബങ്ങളിൽ നിന്ന് ബന്ധുത്വം നേടുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം ചാവറയച്ചൻ കേരളീയ കുടുംബങ്ങൾക്ക് നൽകിയ ഓസിത്താണ്. ഇപ്രകാരം വിശുദ്ധ ചാവറയച്ചൻ നമുക്ക് നൽകിയ സത്കർമ്മങ്ങളുടെ പ്രകാശനാളങ്ങൾ വഴുതി പോകാതെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ത്രികരണങ്ങൾ മനസ്സും വചസ്സും വപസ്സും നന്മയുടെയും ഉന്മയുടെയും മേന്മയുടെയും പാളങ്ങളിൽ നിന്നും വഴുതി പോകാതെ ഇരിക്കട്ടെ എന്ന്
ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജീസസ്.